അപ്പോൾ പ്രഭാത കേരളം തുടരുകയാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിൽ നിന്ന് നമ്മൾ ആ പ്രഭാത കേരളം തുടരുകയാണ്. ഓരോ വാർത്തകളും നമ്മൾ സമഗ്രമായി ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ് അല്ലേ. അത് നമ്മൾ പോകുന്നത് തലസ്ഥാനത്തേക്കാണ്. അവിടെ വി വിനോദ് നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെ വിനോദ് ഉണ്ട്. അല്പം മാറി നിൽക്കുകയാണെന്ന് മാത്രം. വിനോദ് നൽകാനായി ഒട്ടേറെ വാർത്തകളുണ്ട്. വിനോദ്, ആദ്യം ഒന്നൊന്നായി നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ആദ്യം തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തി. ഒപ്പം പ്രതിഷേധത്തെ ചൊല്ലിയുണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതി, ആ നടപടികൾ ഒക്കെ ചർച്ചയായിരിക്കുകയാണ്. അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷം, UDF, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എല്ലാം അഴിച്ചു വിട്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പ്രതിഷേധം തുടരുമെന്നും എന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ? അത് കഴിഞ്ഞ് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. പ്രദീപ്, ആര്യ, ഗുഡ് മോർണിംഗ്. ഞാനും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണുള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു അഭിമാന ഇടമാണ്. എഡിറ്റർ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇവിടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഈ പോലീസുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ ഓർമ്മ രഞ്ജി ക്രിക്കറ്റൊക്കെയും ഇവിടെ നടന്ന ഒരു സമയമുണ്ട്. അന്ന് വലിയ ആൾക്കൂട്ടവും വലിയ തിരക്കും അനുഭവപ്പെട്ടതാണ്. ഫുട്ബോൾ മത്സരങ്ങൾ, വലിയ പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരങ്ങൾ ഇവിടെ നടന്ന കാലമുണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ വാർത്തയിലേക്ക് വരാം. ഇന്ന് മുഖ്യമന്ത്രിക്ക് കോവളത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ന് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഇന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല യോഗം ചേരുന്നുണ്ട്. അവിടേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പ്രതിഷേധം, അത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇന്നും തുടരും എന്ന് തന്നെയാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ യുവമോർച്ചയും അങ്ങനെ ഈ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഈ സമരപരിപാടികൾ പ്രതിപക്ഷ പാർട്ടികൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ആകെ VIP സുരക്ഷയിൽ പുതിയൊരു തീരുമാനമുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. VIP സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമായി ഒരു DCP റാങ്കിലെ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. ജയദേവനാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ബറ്റാലിയൻ കമാൻഡൻ്റാണ്. അധിക ചുമതലയായാണ് പുതിയ തസ്തികയുടെ ഒരു നിയമനം കൂടി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇൻ്റലിജൻസിന് കീഴിലാണ്, സ്റ്റേറ്റ് ഇൻ്റലിജൻസിന് കീഴിലാണ് പ്രധാനമായും ഈ VIPകളുടെ സുരക്ഷ വരുന്നത്. അവിടെ തന്നെ ഒരു SP റാങ്കിലെ ഉദ്യോഗസ്ഥനുണ്ട്. ആ തസ്തിക ഒഴിവാക്കിയിട്ടില്ല. അതിന് പുറമെയാണ് പുതിയ ഒരു തസ്തിക കൂടി ഈ സുരക്ഷയുടെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ സുരക്ഷാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥൻ നിർവഹിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. അതായത് മുഖ്യമന്ത്രി ഈ ജില്ലയ്ക്ക് പുറത്തു പോകുമ്പോൾ അതത് ജില്ലാ പോലീസ് മേധാവിമാരാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. അല്ലെങ്കിൽ ഏകോപനമില്ലായ്മ പലപ്പോഴും പ്രശ്നമാകുന്നു എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ വന്നിരുന്നു. അതൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് ഏകീകൃത സ്വഭാവത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള സുരക്ഷ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് പുതിയ നിയമനം എത്തിയിരിക്കുന്നത്. വിനോദ്, ഇത് മാത്രമല്ല തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ. ഒന്ന്, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമക്കുരുക്കുകൾ കഴിഞ്ഞ ദിവസം ഈ സുരേഷ് മരണപ്പെട്ടതിന് പിന്നാലെ നമ്മൾ സുരേഷ് ഗോപി MP ഒരു പ്രതികരണം നമുക്ക് തന്നെ നൽകിയിരുന്നു അദ്ദേഹം. അതായത് ഈ സുരേഷിന് തന്നെ ഇത്തരത്തിൽ അവയവ മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായി പോയി. സുബിയുടെ മരണം ഈ ഒരു അവയവ മാറ്റം കൃത്യസമയത്ത് നടത്താത്തത് കൊണ്ടല്ല എങ്കിൽ പോലും അതൊരു